ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി സമർപ്പിച്ച ജാമ്യഹർജി കോടതി തള്ളി. 2 കേസുകളിലെയും ജാമ്യഹർജിയാണ് കൊല്ലം വിജിലൻസ് കോടതി തള്ളിയത്. ഇനിയും തൊണ്ടി മുതൽ കണ്ടെടുക്കാനുണ്ടെന്ന SITയുടെ വാദം അംഗീകരിച്ചാണ് കോടതിയുടെ നടപടി. 2ാം തവണയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ജാമ്യം നിഷേധിക്കുന്നത്. ലിജോ റോളൻസ് വിവരങ്ങൾ നൽകും. ലിജോ, കേസിൽ ആദ്യം അറസ്റ്റിലായ ആളാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി. 2 തവണയും ജാമ്യഹർജി തള്ളുകയാണ്. ഇന്നെന്താണ് കോടതി ചൂണ്ടിക്കാട്ടി? സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ കേസിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് SIT ആദ്യം പിടികൂടുന്നത്. അതിന് പിന്നാലെയാണ് മറ്റു പ്രതികളിലേക്ക് എത്തുകയും 13 പേരിലെത്തി നിൽക്കുകയും ചെയ്യുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ റിമാൻഡ് ചെയ്തിട്ട് ഏകദേശം 90 ദിവസത്തോടടുക്കുകയാണ്. ഈ സാഹചര്യത്തിലാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അഭിഭാഷകൻ മുഖാന്തരം ജാമ്യ ഹർജി ഫയൽ ചെയ്തത്. 2 കേസുകളിലും കട്ടിളപ്പാളികളുടെ കേസിലും ദ്വാരപാലക ശില്പങ്ങളുടെ കേസിലും ജാമ്യ ഹർജി ഫയൽ ചെയ്തിരുന്നു. കഴിഞ്ഞ ദിവസം അത് വിശദമായ വാദം കേൾക്കുകയും ചെയ്തിട്ട് ഇന്ന് വിധി പറയുന്നതിന് വേണ്ടി മാറ്റുകയായിരുന്നു. ആ സമയത്ത് പ്രധാനമായും പ്രോസിക്യൂഷൻ പറഞ്ഞ കാര്യങ്ങൾ ഇതായിരുന്നു: ഇനിയും തെളിവ് ശേഖരിക്കാനുണ്ടെന്നും തൊണ്ടി മുതലായിട്ടുള്ള സ്വർണം ഉൾപ്പെടെ ഇനിയും കണ്ടെത്താനുണ്ടെന്നും ഈ ഒരു ഘട്ടത്തിൽ ജാമ്യം നൽകരുത് എന്നുള്ളതാണ് പ്രധാനമായി പറഞ്ഞ കാര്യം. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് വേണ്ടി ഹാജരായ അഭിഭാഷകൻ പറഞ്ഞത് അങ്ങനെയല്ലായിരുന്നു, മറിച്ച് 90 ദിവസത്തോട് അടുക്കുന്നു, സ്വാഭാവികമായി ഇനിയൊരു ജാമ്യം നൽകാം. ആദ്യം അറസ്റ്റിലായ ആളാണ്, മാത്രമല്ല അന്വേഷണത്തിന്റെ എല്ലാ ഘട്ടങ്ങളിലും കൃത്യമായി സഹകരിക്കുകയും ചെയ്തിട്ടുണ്ട്. കോടതി വയ്ക്കുന്ന ഏത് ഉപാധികൾ അംഗീകരിക്കാനും തയ്യാറാണെന്നാണ് പറഞ്ഞത്. പക്ഷേ കോടതി ഇതൊന്നും അംഗീകരിച്ചില്ല. ഉണ്ണികൃഷ്ണൻ പോറ്റി 2 കേസുകളിലും സമർപ്പിച്ച ജാമ്യ ഹർജി തള്ളുകയും ചെയ്തിട്ടുണ്ട്. ഇനി മേൽക്കോടതി ഇതുമായി ബന്ധപ്പെട്ട് സമീപിക്കുക എന്നുള്ളതാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്കുള്ള മറ്റൊരു വഴി. മറ്റൊരു കാര്യം ഇന്ന് കോടതിയിൽ നടന്നത്, ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള 4 പ്രതികളെ ഇന്നിവിടെ ഹാജരാക്കിയിട്ടുണ്ടായിരുന്നു. അതായത് ഭണ്ഡാരി, ഒപ്പം തന്നെ ഗോവർദ്ധൻ, ബൈജു, പിന്നെ സുധീഷ്. ഇവരുടെ 4 പേരുടെ റിമാൻഡ് കാലാവധി കഴിഞ്ഞതിനെ തുടർന്നാണ് ഹാജരാക്കിയത്. അവരുടെ റിമാൻഡ് 14 ദിവസത്തേക്ക് കൂടെ നീട്ടുകയും ചെയ്തിട്ടുണ്ട്.